കേണൽ ആർ കെ നായർ ഇപ്പോൾ ബ്രിഗേഡിയർ വേണു നായർ അദ്ദേഹം പറഞ്ഞതുപോലെയാണ്, വീട്ടിലിരുന്ന് കാണുന്ന യുദ്ധമാണ്. പല കാര്യങ്ങളും ഓർമ്മയുണ്ടാകും. ഏറ്റവും അധികം ഓർമ്മയിൽ നിൽക്കുന്നത് കാർഗിലിലെ ത്രിവർണ്ണ പതാക പാറിച്ച ആ ഒരു നിമിഷമാണ്. നമുക്കറിയാം, അന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തെയൊക്കെ ഒരുപക്ഷെ അതിനൊന്നും അധികം അതിൻ്റേതായ പ്രാധാന്യം മാത്രം കൊടുത്തുകൊണ്ട് വാജ്പേയി ഗവൺമെൻറ് എടുത്ത തീരുമാനം പാകിസ്ഥാൻ കൈക്കലാക്കി ഓരോ ഇഞ്ചും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഓരോ ഇഞ്ചും തിരിച്ചു പിടിച്ച് ഈ പറഞ്ഞതുപോലെ ത്രിവർണ്ണ പതാക പാറിച്ച ആ ഒരു നിമിഷം ഇന്നിപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് 3ാം ടേം ഒരു യാദൃശ്ചികതയാണ്. ഇതിപ്പോൾ 25 വർഷം ആഘോഷിക്കുന്ന ദിവസം. ഇപ്പോഴും നമ്മൾ നയതന്ത്ര തലത്തിലാകട്ടെ സൈനിക ശക്തിയിലാകട്ടെ രാജ്യസുരക്ഷയ്ക്ക് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ അത്രയും ശക്തരായി നിൽക്കുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായിരുന്നു നമ്മുടെ കാർഗിലിൻ്റെ വിജയം. കാരണം നമ്മളങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഡിസിഷനോടനുബന്ധിച്ചാണ് നമുക്ക് സർവീസസിന് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വഴിക്ക് വരാനുള്ള കാരണം. നമ്മുടെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞ മാതിരി വളരെയധികം ദുഷ്കരമായ പർവ്വതനിരകളാണ് കാർഗിലുള്ളത്. കാരണം 15,000 ഫീറ്റ് ടു 18,000 ഫീറ്റ് ഉള്ള കാർഗിൽ മലനിരകളിൽ -40 ടു -50 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അവിടെ നമ്മുടെ ജവാന്മാർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത ഹൈറ്റുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ജൂനിയർ ലീഡർഷിപ്പ് വേണം. നല്ല ഒരുപാട് പാട്രിയോട്ടിക് ആയിട്ടുള്ള, നമ്മളെ ജീവൻ ത്യാഗം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ലീഡർഷിപ്പും നമുക്ക് ജവാൻ്റെയും ആവശ്യമുണ്ട്. അതാണ് നമ്മളവിടെ കാണിച്ചത്. കാരണം എന്ത് തന്നെ ആയാലും നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം അതിൽ നമുക്ക് നമ്മുടെ ലീഡർഷിപ്പിന് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേർ 527ഓളം പേർ അതിൽ നമുക്ക് നഷ്ടപ്പെട്ടു. 1500ഓളം പേർക്ക് പരിക്ക് പറ്റി, വലിയ സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റിയ ആളുകളുണ്ട് അതിൽ. അപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുവരെ പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിൻ്റെ എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഷ്വാലിറ്റി റേറ്റ് വളരെ ഹൈ ആയിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദുഷ്കരമായ മലനിരകളിൽ മുകളിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്യുന്നു. നമുക്ക് 60 ഡിഗ്രി 70 ഡിഗ്രി ഒക്കെയുള്ള ക്ലിഫ് അത് കയറി അവരുടെ പോസ്റ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ദുഷ്കരമായ ഒരു ജോലിയാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. കാരണം നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞ മാതിരി സാധാരണ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ സ്നോഫോൾ ഉണ്ടാകുന്ന ആ സമയത്ത് വിൻ്റർ സീസണിൽ ഇന്ത്യയും പാകിസ്ഥാനും സാധാരണയായിട്ട് ഇത്തരം പോസ്റ്റുകൾ വെക്കേറ്റ് ചെയ്യാറാണ് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്നോഫോൾ കഴിഞ്ഞാലാണ് വീണ്ടും നമ്മളവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളെ പെട്രോളിംഗ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യും. പെട്രോളിംഗ് ആക്ടിവിറ്റീസ് ഇല്ല എന്ന് പറയുന്നതല്ല, പക്ഷേ ഫിസിക്കൽ ഒക്യുപ്പേഷൻ ഓഫ് ദി ഹൈറ്റ്സ് ഈസ് നമ്മൾ ആ സമയത്ത് ഉണ്ടാവാറില്ല. കാരണം അത്രയും ദുഷ്കരമായ കാലാവസ്ഥയോട് നമുക്ക് പൊരുതേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാകിസ്ഥാൻ അവിടെ നമ്മളെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജനറൽ പർവേസ് മുഷാറഫിന് അദ്ദേഹത്തിൻ്റെതായ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സാഹസത്തിന് അവർ മുതിർന്നത്. എന്തായാലും നമ്മുടെ ധീരജവാന്മാർ അതിന് കനത്ത തിരിച്ചടി അവർക്ക് നൽകി. എത്രയും പെട്ടെന്ന് തന്നെ ഏകദേശം മെയ് 3-ാം തീയതി തുടങ്ങി ജൂലൈ 26 ആകുമ്പോഴേക്കും നമ്മളെല്ലാ ഹൈറ്റ്സും നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ ദേശീയ പതാക ഉയരങ്ങളിൽ പാറിപ്പറക്കുന്നത് കണ്ട് നമ്മുടെ ജനതയ്ക്കുണ്ടായ ആ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ കാർഗിൽ യുദ്ധത്തിലാണ് നമ്മുടെ യുദ്ധത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി പബ്ലിക്കിന് മനസ്സിലാകാൻ തുടങ്ങി. കാരണം അതായിരുന്നു നമ്മുടെ ഡ്രോയിങ് റൂമിലേക്ക് നമ്മുടെ യുദ്ധത്തിനെ കൊണ്ടുവന്ന ഒരു അവസരം.
ഇപ്പം നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞ മാതിരി ആർട്ടിലറി, ഇന്ത്യൻ ആർട്ടിലറിയിലെ ബോഫേഴ്സ് ഗൺ വളരെ നിർണായകമായ സപ്പോർട്ട് നമ്മുടെ അറ്റാക്കിംഗ് ഇൻഫൻട്രിക്ക് ഈ യുദ്ധത്തിൽ നൽകാൻ വേണ്ടി കഴിഞ്ഞു. വളരെ അൺകൺവെൻഷനായുള്ള ഡിപ്ലോയ്മെൻ്റ് ആയിരുന്നു നമ്മൾ ആ യുദ്ധത്തിൽ ആർട്ടിലറി അവിടെ നിർവഹിച്ചിരുന്നത്. കാരണം സാധാരണയാണെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 18 ഗണ്ണൊക്കെയാണ് ഒരു സ്ഥലത്ത് ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മൾ എനിമിക്കെതിരായിട്ട് ഫയർ ചെയ്യുന്നത്. അതേ സമയത്തിൽ 100 കണക്കിന് ബോഫേഴ്സുകൾ നിരത്തി ആ ഹൈറ്റിലേക്ക് നമ്മൾ ഫയർ ചെയ്ത് അവിടെ അവർ ഒക്യുപ്പൈ ചെയ്തിരുന്ന ബങ്കറുകളെല്ലാം ഒന്നൊന്നായി തകർത്തതിന് ശേഷമാണ് നമ്മളെ ഓപ്പറേഷൻസ് വളരെ സ്മൂത്തായി എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വളരെ ഒരു നിർണായകമായ റോള് ഇന്ത്യൻ എയർഫോഴ്സും ഈ യുദ്ധത്തിൽ കാഴ്ചവെച്ചിരുന്നുള്ളത് നമുക്ക് മറക്കാനാവില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ശേഷം കാർഗിൽ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ നിലപാടുകൾ, അത് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ബാലാക്കോട്ടിലൊക്കെ ആയി തന്നെ പാകിസ്ഥാന് മനസ്സിലായി ഇനി ഇന്ത്യ തിരിച്ചടിക്കും, അവരെപ്പോഴും സജ്ജമാണ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഈ യുദ്ധത്തിൽ പഠിച്ചിരുന്നു. അതിൻ്റെ ബേസിസിലായിരുന്നു ശ്രീ സുബ്രഹ്മണ്യൻ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് സുബ്രഹ്മണ്യൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. അതിലേറ്റവും എനിക്ക് തോന്നുന്നു നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ അപ്പോയിൻമെൻ്റ് ആയാലും നമ്മുടെ DMAയുടെ ഡയറക്ടർ നമ്മുടെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസിയെയും ഏകോപിപ്പിക്കാൻ വേണ്ടി DMAയുടെ നിയമനവും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും നന്നായി എടുത്തൊരു തീരുമാനമാണ് ആത്മനിർഭർ ഭാരത് എന്നുള്ളത്. നമ്മുടെ വളരെ ക്രിട്ടിക്കലായുള്ള ടൈമിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ആവശ്യമായ യുദ്ധോപകരണങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു പോളിസി നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം അതിലേറ്റവും ഗുണം ചെയ്യുന്നത് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരുപാട് അത് മിസൈലായാലും മറ്റുള്ള ഉപകരണങ്ങളായാലും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാനും നമ്മൾക്ക് വേറെ ആരെയും ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥ ഇനി വരികയാണെങ്കിൽ നമുക്കൊരു രാജ്യത്തെയും ആശ്രയിക്കേണ്ട അവസ്ഥ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ എത്രയോ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ നമ്മുടെ കൊച്ചിയിലും അതേമാതിരിയുള്ള മറ്റ് ഷിപ്പ് യാർഡിലൊക്കെ തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ എയർഫോഴ്സിന് വേണ്ടിയുള്ള തേജസ് എയർക്രാഫ്റ്റുകൾ നമുക്ക് വളരെ അധികം സമയമായിട്ട് നമുക്ക് ആ എയർക്രാഫ്റ്റിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അത് നമ്മുടെ ട്രെയിനിങ്ങിനെ വളരെയധികം ബാധിച്ചിരുന്നു. അതൊക്കെ തന്നെ സർക്കാർ പ്രയോറിറ്റിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ ബജറ്റിൽ നമുക്ക് ഡിഫൻസിന് കൊടുത്തിരിക്കുന്ന അലൊക്കേഷനാണ്. അതിൽ DRDOൻ്റെ ഫണ്ടിങ് ആയാലും മറ്റുള്ള നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ ആയാലും ഒക്കെ തന്നെ അതിന് ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയിൽ നടന്ന കാര്യങ്ങളും നമുക്കറിയാം, ഗൽവാനിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാം. ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവർ നമ്മുടെ നേരെ കണ്ണുരുട്ടിയാൽ അവർക്കറിയാം ഇന്ത്യ എപ്പോഴും തിരിച്ചടിക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുകയാണ് എന്നുള്ളത്. നമ്മുടെ ധീര ജവാന്മാർ, അവരെ നയിക്കുന്ന ഓഫീസേഴ്സ് എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. അവർ എന്തും നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.